ആദ്യം നമുക്ക് പിസ്സ സോസ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു മീഡിയം സൈസ്ഡ് ഒണിയൻ ജസ്റ്റ് ഇതുപോലെ ബിഗ് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക്കാണ് ആവശ്യമുള്ളത്. ഒരു 8 അല്ലി ഗാർലിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ചില്ലിയാണ്, ഒരു 3 പിരിയൻ മുളകും 2 സാധാ ഡ്രൈ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 2 ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ടൊമാറ്റോയുടെ ഇവിടെ ഒന്ന് നമുക്ക് ജസ്റ്റ് അതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ടൊമാറ്റോ, ഓനിയനും ഗാർലിക്ക് ചില്ലിയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒന്ന് കൂൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ടൊമാറ്റോയുടെ തോലൊക്കെ നന്നായിട്ട് ഇതുപോലെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ തൊലി ഒന്ന് പീൽ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ടൊമാറ്റോയുടെ തൊലി ഒന്ന് പീൽ ചെയ്ത് കളയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് ഒന്ന് റെഡി ആയിട്ട് എടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്തതാണ്, നന്നായിട്ട് ഗ്രൈൻഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്യാം. ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ പിസ്സയുടെ ഫ്ലേവറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒറിഗാനോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വാട്ടറിനെസ് ഒക്കെ പോയി കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മുടെ പിസ്സ സോസ് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിൽ നന്നായിട്ട് അടച്ചു വെച്ച് എയർ ടൈറ്റ് ആക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പിസ്സ റെഡിയാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 10 ബ്രെഡാണ് എടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് മുഴുവൻ ബ്രെഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പിസ്സ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്കൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം, 4 എണ്ണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് സോൾട്ട്, 1 കപ്പ് മിൽക്ക് കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 10 ബ്രെഡാണ് എടുക്കാൻ പോണത്. അതിനനുസരിച്ചാണ് ഞാൻ 4 മുട്ട 1 കപ്പ് പാലും എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏത് സൈസിലുള്ള പിസ്സയാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ബ്രെഡിൻ്റെ അത് നോക്കിയിട്ട് വേണം നമുക്ക് മുട്ടയുടെയും പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ എഗ്ഗും മിൽക്കും എല്ലാം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ബ്രെഡ് ഇട്ട് അതിനകത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് ഇതാണ് നമ്മൾ പിസ്സയുടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള ബ്രെഡ് കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം എഗ്ഗിലും മിൽക്കിലെല്ലാം നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പിസ്സ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇനി നമുക്ക് പിസ്സ ടോപ്പിംഗ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ഓണിയനും ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുള്ളത്. പിസ്സ ടോപ്പിംഗ്സ് നമ്മൾ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. ചീസാണ് നമ്മൾ മെയിനായിട്ട് ഇടാൻ പോണത്. കുറച്ച് സ്വീറ്റ് കോൺ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ക്യൂബ് ആക്കണമെങ്കിൽ അതുപോലെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഓണിയനും ക്യാപ്സിക്കം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ് കോൺ കൂടെ എടുത്തിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഞാൻ കുക്ക് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ പിസ്സ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തവയിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും പിസ്സയുടെ ഷേപ്പിലോട്ട് നമുക്കതിനൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വൺ സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പിസ്സ ബേസ് വൺ സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. അടുത്ത നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മുടെ പിസ്സ സോസ് കൊടുക്കാം. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാ ഭാഗത്തോട്ടും നമ്മൾ പിസ്സ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലുള്ള ടോപ്പിംഗ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ കട്ട് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഒണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫുൾ ഒണിയൻ എടുക്കുന്നില്ല, നമ്മൾ കുറച്ച് ഒണിയൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് അതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ചീസാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള മൊസറല്ല ചീസാണ്. പിസ്സയ്ക്ക് ഏറ്റവും ബെസ്റ്റ് മൊസറല്ല ചീസായിരിക്കും. നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും നമുക്ക് മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ, പിസ്സയ്ക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ തവയിലാണ് പിസ്സ സെറ്റ് ചെയ്യാൻ പോണത്. നമുക്കിത് ഓവനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതൊരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. അപ്പം നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളി പിസ്സയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചീസി ആയിട്ടുള്ളൊരു വെജ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം.